നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളാണ് ഇന്ത്യ. ഇക്കാര്യം കൊറോണ വന്നതോടുകൂടി ലോക രാജ്യങ്ങളും ലോക മാധ്യമങ്ങളും ഒക്കെ ഏറെ ചർച്ച ചെയ്ത കാര്യവുമാണ്. ഇന്ത്യക്കാർ മാത്രം 100 കോടിയിലേറെ വാക്സിൻ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ ലോകത്തെ ഏറ്റവും ശക്തമായ വാക്സിൻ നിർമ്മാണ കേന്ദ്രമായിട്ട് ഇന്ത്യ മാറിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു രാജ്യം നിർമ്മിച്ചൊരു വാക്സിൻ ഏകദേശം 11 കോടിയിലേറെ ജനങ്ങൾ ഈ രാജ്യത്ത് തന്നെ ഈ വാക്സിൻ ഇതിനോടകം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യമായ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, കൊറോണ വൈറസിന്റെ പുതിയ വകഭേദങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യൻ വാക്സിൻ കൂടുതൽ ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. പറഞ്ഞു വരുന്നത് കോവാക്സിനെ കുറിച്ചാണ്. ഇങ്ങനെ ഒരു വാക്സിൻ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇതിന് അനുമതി കൊടുക്കാനായി ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത്, ഇത്രയേറെ അവർക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്, ഇത്രയേറെ ആലോചിക്കേണ്ടി വരുന്നത്? യാതൊരു തരത്തിലുള്ള പൂർണ്ണമായ പരീക്ഷണങ്ങളും നടത്താതെ, ട്രയൽ ഒന്നും പൂർത്തിയാകാതെ ആദ്യമായിട്ട് വാക്സിൻ ഇറക്കിയ രാജ്യമാണ് നമ്മുടെ റഷ്യ എന്ന് പറയുന്നത്. റഷ്യയുടെ സ്പുട്നിക് എന്ന് പറയുന്ന വാക്സിൻ ഇന്ത്യയിലും നൽകുന്നുണ്ട്. ലോകത്തിപ്പോ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ആ വാക്സിൻ യാതൊരു പ്രശ്നവുമില്ല. ലോകാരോഗ്യ സംഘടനയ്ക്കും കുഴപ്പമില്ല. കാരണം 3ാമത്തെ ട്രയൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാതെയായിരുന്നു റഷ്യ വാക്സിൻ പുറത്തിറക്കിയത്. ആദ്യമൊക്കെ അത് അംഗീകരിക്കാൻ വിമുഖത കാട്ടിയ ലോകാരോഗ്യ സംഘടന പിന്നീട് പഞ്ചപുച്ഛമടക്കി അതങ്ങ് അംഗീകരിച്ചു കൊടുത്തു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ചൈന ഇറക്കിയ വാക്സിനുകൾക്ക് പോലും ലോകാരോഗ്യ സംഘടന അനുമതി നൽകുന്ന കാഴ്ചയാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ ഇന്ത്യയുടെ വാക്സിന് മാത്രം അനുമതി ലഭിക്കുന്നില്ല. ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലോകാരോഗ്യ സംഘടന ഇന്ത്യൻ വാക്സിനിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തിയിട്ട് നൽകാത്തതാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവർക്ക് പോലും കാര്യം മനസ്സിലാവും. കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. നമുക്ക് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. അമേരിക്ക, ചൈന, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്. ഈ 5 രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങളായത് എന്തുകൊണ്ടാണ്? ഈ 5 രാജ്യങ്ങൾ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളും നമ്മൾ 5 മതി എന്ന തീരുമാനവും കൊണ്ടാണ് ഈ 5 രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങളായിട്ട് മാറിയത്. UN രൂപീകരിക്കുന്ന സമയത്ത് സത്യത്തിൽ ഈ സ്ഥിരാംഗങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു എന്ന് പോലും സംശയമുണ്ട്. കാരണം എന്താണ്? വീറ്റോ പവർ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇവർക്ക്. ഏതൊരു തീരുമാനത്തെയും അട്ടിമറിക്കാൻ ഈ വീറ്റോ പവർ ഇവർക്ക് ഉപയോഗിക്കാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാം. ഭൂരിപക്ഷം എന്ന ലോകക്രമത്തിന്റെ ഭാഗത്തിൽ വിപരീതമായിട്ടാണ് ഈ ഒരു വീറ്റോ അധികാരം നൽകിയിരിക്കുന്നത്. ഇപ്പൊ ജനാധിപത്യ രാജ്യങ്ങളിലാണെങ്കിൽ ഭൂരിപക്ഷമാണ് എപ്പോഴും അധികാരത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കുമ്പോഴും ഭൂരിപക്ഷത്തെ പരിശോധിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പരിഗണിച്ചാണ് ഒരു തീരുമാനം പുതുതായിട്ട് കൈക്കൊള്ളുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവർ എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷ തീരുമാനത്തെ പോലും അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഞങ്ങൾ 5 മതി എന്നൊരു തീരുമാനം ഈ 5 രാജ്യങ്ങൾക്കുമുണ്ട്. അത് ഒരു വസ്തുത തന്നെയാണ്. പുതിയ ഒരാളെ ഉൾക്കൊള്ളാനോ പുതിയ ഒരു ശക്തിയെ അംഗീകരിക്കാനോ ഇവർ തയ്യാറല്ല, അല്ലെങ്കിൽ പുതിയ ഒരു ശക്തിയെ ഇവർ ഭയപ്പെടുന്നുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമുണ്ട്. ഇപ്പൊ അമേരിക്കയും ചൈനയും തമ്മിൽ മത്സരമുണ്ട്, റഷ്യയും അമേരിക്കയും തമ്മിൽ മത്സരമുണ്ട്, ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ മത്സരമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമുണ്ട്, അസ്വാരസ്യങ്ങളുണ്ട്, വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിലും ലോകം ഭരിക്കുന്നത് നമ്മൾ 5 എന്ന് ഈ രാജ്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പല സിനിമകളും, അതിപ്പോ 2000-ന് ശേഷം ഇറങ്ങിയ സിനിമകളാണെങ്കിലും 2010-ലോ 2013-ലോ ഒക്കെ ഇറങ്ങിയ സിനിമകളിലാണെങ്കിലും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോ, ഇപ്പോ ഒരു സുനാമിയുമായി ബന്ധപ്പെട്ട സിനിമയോ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട സിനിമയോ ഏലിയൻ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട മൂവീസോ, ഇങ്ങനെയുള്ള ഏത് സിനിമ എടുത്താലും ആ സിനിമകളിലെ ചർച്ചകൾ പോകുന്നത് മിക്കവാറും ബെയ്ജിങ്, വാഷിംഗ്ടൺ, പാരീസ്, ലണ്ടൻ, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ മോസ്കോ, ഈ 5 രാജ്യങ്ങളെ കുറിച്ചായിരിക്കും എപ്പോഴും പരാമർശം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ മോസ്കോയിൽ നിന്ന് ഇന്ന വിവരം ലഭിച്ചു, ബെയ്ജിങ്ങിൽ ഇതാണ് സംഭവം. ഈ പ്രധാനമായിട്ടും ഇവര് ഈ 5 രാജ്യങ്ങളെ കുറിച്ചായിരിക്കും പരാമർശിക്കുക. അപൂർവമായിട്ട് ജപ്പാനെ കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടുതലും ഈ 5 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എപ്പോഴും സംസാരിക്കുന്നത്. അതിന്റെ കാരണം ഇവരെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ലോകത്തെ ശക്തികൾ അവർ മാത്രമാണ്. പുതിയ ഒരു രാജ്യത്തെ ഉൾക്കൊള്ളാൻ ഈ രാജ്യങ്ങൾ അനുവദിക്കുകയോ തയ്യാറോ അല്ല. അപ്പൊ ഇന്ത്യയുടെ വളർച്ചയെ സത്യത്തിൽ ഈ രാജ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും, അപ്പൊ ഇന്ത്യയുടെ വാക്സിൻ അനുമതി കൊടുക്കുന്നത് ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്ന്. സത്യത്തിൽ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഈ വാക്സിൻ കമ്പനികളുടെ മാത്രം കളിയല്ല ഇത്. വാക്സിൻ കമ്പനികൾ എന്നതിനേക്കാൾ ഉപരി ഈ വാക്സിൻ കമ്പനികളൊക്കെ നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ കളിയാണ്. ഇപ്പോ ഒരു വിഷയമുണ്ടായി, കൊറോണ പോലെ ഒരു വൈറസ് വന്നു. അപ്പൊ ലോകത്ത് പല രാജ്യങ്ങളും വാക്സിൻ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചു. ആദ്യം വാക്സിൻ കണ്ടെത്തിയ രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് റഷ്യ, ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, അതുപോലെ തന്നെ
ചൈന. ഈ 5 രാജ്യങ്ങൾ ആദ്യം വാക്സിൻ കണ്ടെത്തിയ രാജ്യങ്ങളിൽ പെടുന്നവയാണ്. ഇതിൽ അമേരിക്ക ആണെങ്കിൽ വാക്സിൻ കണ്ടെത്തിയെങ്കിലും അമേരിക്കയുമായിട്ട് ജർമ്മനി സഹകരിച്ചിട്ടുണ്ട്, ബ്രിട്ടൻ സഹകരിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളും സഹകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ചൈനയും റഷ്യയും വാക്സിൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലും പല കാര്യങ്ങളിലും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ വാക്സിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയും ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനവും ഭാരത് ബയോടെക്കും ഒക്കെ ചേർന്നുകൊണ്ട് വികസിപ്പിച്ചെടുത്ത സമ്പൂർണ്ണമായ തദ്ദേശീയമായ ഒരു വാക്സിനാണ്. പൂർണ്ണമായും ഇന്ത്യൻ ടെക്നോളജിയിൽ വികസിപ്പിച്ചെടുത്തൊരു വാക്സിനാണ്. പൊതുവെ ലോകത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് തങ്ങൾ ആണ് എന്ന് കരുതുന്ന 5 ശക്തികളാണ് ഈ പറയുന്ന അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ. അപ്പൊ ഈ 5 രാജ്യങ്ങളാണ് വാക്സിൻ കണ്ടുപിടിച്ചും ഈ 5 രാജ്യങ്ങൾ അത് ഉൽപ്പാദിപ്പിച്ചുമൊക്കെ ലോകത്തിനെ രക്ഷിക്കും എന്നുള്ളതാണ് ഈ രാജ്യങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതാവണമെന്നാണ് ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു രാജ്യം ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ സ്വന്തമായിട്ട് വാക്സിൻ കണ്ടെത്തുകയും അത് അംഗീകരിക്കുകയും ചെയ്താൽ ഇന്ത്യയുടെ സ്ഥാനവും ഈ പറയുന്ന 5 രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്കൊപ്പം എത്തും. അല്ലെങ്കിൽ ആ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയും വളരെ ചർച്ച ചെയ്യപ്പെടുകയും ലോക രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ പ്രാധാന്യം നേടുകയും ചെയ്യുമെന്ന് ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അപ്പോ വാക്സിൻ കണ്ടെത്തിയത് അമേരിക്കയുടെ വാക്സിൻ കൊള്ളാം, റഷ്യയുടെയും ചൈനയുടെയും ബ്രിട്ടന്റെയും വാക്സിൻ കൊള്ളാം, പക്ഷെ ഇന്ത്യയുടെ വാക്സിനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോധപൂർവം ഈ അനുമതി വൈകിപ്പിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയെ തള്ളിപ്പറയാൻ പറ്റുകയോ ചോദ്യം ചെയ്യാൻ പറ്റുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയിലല്ല ഇന്ത്യ എന്ന് നമുക്ക് പറയാം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലോകാരോഗ്യ സംഘടനയെ വിശ്വാസത്തിലെടുക്കാത്ത തൽക്കാലം നമുക്ക് നിലനിൽപ്പില്ല. എന്നാൽ ഇന്ത്യൻ വാക്സിൻ യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാക്കാത്തതാണെന്നും വളരെ മികച്ചതാണെന്നും ഇതിൽ കൂടുതൽ തെളിവ് നമുക്കിനി വേണമോ? കാരണം ഇന്ത്യയിലെ ജനങ്ങൾ, ഏതാണ്ട് 10 കോടിയിലേറെ ജനങ്ങൾ ഈ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. ആർക്കും യാതൊരു കുഴപ്പവുമില്ല. ഈ കൊറോണയുടെ ഏറ്റവും പുതിയ വേരിയന്റുകളെ പോലും കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ ഇന്ത്യൻ വാക്സിന് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ കോവിഷീൽഡിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് ചില കണക്കുകൾ പറയുന്നു. പക്ഷേ ലോകാരോഗ്യ സംഘടന എത്രയൊക്കെ നമ്മൾ തെളിവ് സമർപ്പിച്ചാലും പെട്ടെന്നൊന്നും ഇത് അംഗീകരിക്കില്ല. കാരണം ഇന്ത്യൻ വാക്സിന് അംഗീകാരം കിട്ടിയാൽ ഇത് വാങ്ങാൻ കാത്തിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങൾ എത്രയും പെട്ടെന്ന് ചൈനീസ് വാക്സിനുമായിട്ടും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും റഷ്യയുടെയും ഒക്കെ വാക്സിനുമായിട്ട് കരാറുണ്ടാക്കി ആ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള തീരുമാനമൊക്കെ എടുത്തു കഴിയുമ്പോൾ സാവധാനത്തിൽ നമ്മുടെ വാക്സിന് അനുമതി തരാമെന്നായിരിക്കാം ലോകാരോഗ്യ സംഘടന കരുതുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു 24 മണിക്കൂറിനകം ഇന്ത്യൻ വാക്സിൻ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകുമെന്ന്. നോക്കൂ, ചൈനീസ് വാക്സിൻ 60% എങ്ങാണ്ടാണ് അതിന് ഫലപ്രാപ്തി ഉള്ളത്. ആ വാക്സിൻ ഉപയോഗിച്ച ഒരുപാട് ജനങ്ങൾക്ക് വ്യാപകമായിട്ട് തന്നെ കൊറോണ വരുന്നുണ്ട്. ഈവൻ കോവിഷീൽഡ് ഉപയോഗിച്ചവർക്ക് പോലും കൊറോണ സ്ഥിരീകരിക്കുന്നുണ്ട്. കോവാക്സിൻ കുറെ കൂടി ഫലപ്രദമായിരിക്കാം എന്നാണ് കരുതുന്നത്. പക്ഷെ ആ വാക്സിനാണ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകാൻ വൈകുന്നത്. ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. അമേരിക്കയുടെയും ചൈനയുടെയും റഷ്യയുടെയും ബ്രിട്ടന്റെയും വാക്സിൻ നിർമ്മാണ കമ്പനികൾ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ തന്നെ കളിക്കുന്നുണ്ട്. പുതിയ ഒരു ശക്തിയെ ഉയർന്നു വരാൻ അനുവദിക്കുന്നില്ല. കടുത്ത അസൂയയാണ് ഇതിന്റെ കാരണം. ഈ രാജ്യങ്ങളുടെയൊക്കെ മനസ്സിലൊരു അസൂയയുണ്ട് ഇന്ത്യയുടെ. ഈ രാജ്യം ഒരിക്കലും നന്നാവരുത്. ഇവിടെ ദാരിദ്ര്യമുണ്ട്, ഇവിടെ പട്ടിണി പാവങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ ഇന്ത്യ പല രംഗത്തും മുന്നോട്ട് വരുന്നത് ഈ രാജ്യങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതിപ്പോ മിലിറ്ററി സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലാണെങ്കിലും സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും ഇതുപോലുള്ള മെഡിക്കൽ രംഗത്താണെങ്കിലും ഇന്ത്യ ഉയർന്നു വരുന്നത് ഈ രാജ്യങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ കണ്ണിൽ ഇന്ത്യ ഇപ്പോഴും ഒരു ദരിദ്ര രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യം മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുന്നത് ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്സ് ഈ ലോക രാജ്യങ്ങൾക്കില്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തീരെയില്ല. അപ്പൊ നിങ്ങളിൽ കുറെ പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ അമേരിക്കയൊക്കെ എന്തിനാണ് ഇന്ത്യയുമായി സൗഹൃദം ഉണ്ടാക്കുന്നത് എന്ന്. അത് അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ സഹായം വേണമെന്ന തിരിച്ചറിവ് കൊണ്ടാണ്. മാത്രമല്ല, ഇനി എങ്ങാനും ഇന്ത്യ കയറി ക്ലച്ച് പിടിച്ചു പോയാൽ വെറുതെ പിണക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കൂടി ആയിരിക്കാനാണ് സാധ്യത. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഏഷ്യയിൽ ഒരു ശക്തമായ രാജ്യത്തിന്റെ സൗഹൃദം ആവശ്യമാണ്, ചൈനയെ ഒന്ന് പ്രതിരോധിക്കാൻ. ഇതിന്റെ അർത്ഥം നാളെ അമേരിക്കയും ചൈനയും തമ്മിൽ മഹായുദ്ധമൊന്നും സംഭവിക്കില്ല. അങ്ങേയറ്റം പോയാൽ തായ്വാന്റെ പേരിൽ ഒരു യുദ്ധം ഉണ്ടാവാം, അത് ഉടൻ തന്നെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ പക്ഷേ ഉയർന്നു വരണമെന്ന് അമേരിക്ക പോലും ആഗ്രഹിക്കുന്നില്ല. ചൈനയെ അമേരിക്ക എന്ന് പ്രതിരോധിക്കുന്നതിന്റെ കാരണം തന്നെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ചൈന അമേരിക്കയെക്കാൾ മുന്നിലേക്ക് നാളെ പോയേക്കുമോ എന്ന്. അതിന് തടയിടാനാണ് അമേരിക്ക ഇപ്പോഴേ ശ്രമിക്കുന്നത്. ആ അമേരിക്ക ഇന്ത്യ വളരണമെന്ന് ആഗ്രഹിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇപ്പോ ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത്. ഒരിക്കലും ഇന്ത്യ ഒരു സൂപ്പർ പവറാക്കി മാറ്റാനുള്ള പരിശ്രമമൊന്നുമല്ല അമേരിക്ക ഇന്ത്യയുടെ സൗഹൃദം കൂടുന്നതിന്റെ കാരണം. അത് തന്നെയാണ് ഏതൊരു രാജ്യത്തിന്റെ കാര്യം എടുത്താലും. ബ്രിട്ടൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ഇന്ത്യയെ സഹായിക്കുന്നെങ്കിൽ അത് അവർക്ക് കൂടി താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അവരുടെ കൂടി വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട്, അവരുടെ കൂടി ആവശ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്.
അല്ലാതെ ഇന്ത്യയോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് ഇന്ത്യയെ അങ്ങനെ സ്നേഹിക്കുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഉണ്ടാവാം. ഒരുപക്ഷെ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തികച്ചും വ്യത്യസ്തമാണ്. ഒരു കാലത്ത് അവരുടെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകിയ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആ സ്നേഹം നിലവിൽ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അപ്പുറമുള്ള ഒരു സ്നേഹമായിട്ട് നമുക്ക് വിലയിരുത്താം. പക്ഷെ അമേരിക്കയാണെങ്കിലും മറ്റേതൊരു രാജ്യമാണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണകൂടം ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യയും അവരുമായിട്ട് സൗഹൃദം നിലനിർത്തുന്നത്. നിലവിൽ ഇന്ത്യക്കും ഈ സൗഹൃദങ്ങൾ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ വളർച്ച ഒരിക്കലും മറ്റു രാജ്യങ്ങൾ ഇഷ്ടപ്പെടില്ല. പാകിസ്ഥാനോ ചൈനയോ എന്നല്ല, പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഒന്നും തന്നെ ഇഷ്ടപ്പെടില്ല. കാരണം ഒരു പുതിയ സൂപ്പർ പവർ ഉയർന്നു വരുന്നത്, ഒരു പുതിയ രാജ്യം ഒരു കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും സഹിക്കുമോ? അത് തന്നെയാണ് ഇവിടെ അമേരിക്ക ആഗ്രഹിക്കുന്നത്. അവര് മാത്രം മതി ലോകത്തെ ശക്തമായ രാജ്യം, നമ്മളെ വെല്ലുവിളിക്കാൻ ആരും വരരുത് എന്നാണ്. ചൈന ആ നിലയിലേക്ക് വളരുന്നത് കൊണ്ടാണ് ചൈനയെ തടയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യം നാളെ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആണെന്ന് അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ചൈന അമേരിക്കയെ മറികടന്ന ഒരു സൂപ്പർ പവർ ആവുക തന്നെ വേണം. ചൈനയെ മറികടന്നുകൊണ്ടായിരിക്കണം ഇന്ത്യ വളർന്നു വരേണ്ടത്. അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാനും പോകുന്നത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഒരുപക്ഷെ ഈ വാക്സിൻ അംഗീകരിക്കാത്തത് കൊണ്ട് ഇന്ത്യക്ക് കുറെ പ്രശ്നങ്ങളും ഉണ്ടാവും. തീർച്ചയായിട്ടും വാക്സിൻ വിൽപ്പന രംഗത്ത് ആ വിപണിയിൽ ഇന്ത്യക്ക് ഒരു ചെറിയ തിരിച്ചടി നേരിടും. ഇന്ത്യ വളരെ പ്രതീക്ഷയോടെ നിർമ്മിച്ചൊരു വാക്സിനാണ്. പക്ഷെ എന്നിരുന്നാലും എത്ര കാലം ഇവർക്കൊക്കെ നമ്മുടെ വളർച്ചയെ തടയാൻ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിരോധങ്ങളെയും ഗൂഢാലോചനകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ലോകത്തിന് ഒരു കാലത്ത് അറിവ് പകർന്നു കൊടുത്ത, ഒരു കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മികച്ച ജനസമൂഹമായിരുന്ന നമ്മുടെ പൂർവികരെ അനുസ്മരിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്തെ എത്തിക്കുക തന്നെ ചെയ്യും. ഗുഡ് ബൈ.